ഹായ് ഡിയേഴ്സ്, സ്കിന്ന് നന്നായി ഗ്ലോ ആവാനും ഹെയർ ഗ്രോത്ത് കൂടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബയോട്ടിൻ പൗഡർ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു ഹെൽത്ത് മിക്സിൻ്റെ ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് സ്കിന്നിനും ഹെയറിനും ഒക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുറച്ച് ഐറ്റംസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് മുളപ്പിച്ച റാഗി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റ്. അപ്പം മുളപ്പിച്ച റാഗിയും പിന്നെ രാജ്മ പയർ, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, പിന്നെ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, പിന്നെ ബദാമും, പിന്നെ ഇതിൻ്റെ കൂടെ കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറെ എന്തെങ്കിലും സീഡ്സ് വേണമെങ്കിൽ നമുക്ക് അതും ആഡ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. മില്ലിൽ കൊടുത്ത് പൊടിക്കുവാണെങ്കിൽ അങ്ങനെ പൊടിക്കാം, ഇല്ല വീട്ടിലാണെങ്കിലും വീട്ടിലും പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. കാരണം നമ്മൾ കുറച്ചധികം ഓയിൽ കണ്ടൻറ്റുള്ള സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുറത്ത് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് പാലിൽ സാധാരണ നമ്മൾ നോർമലി കുറുക്കുണ്ടാക്കുന്ന പോലെ തന്നെ ലൂസായിട്ട് വേണമെങ്കിൽ ലൂസായിട്ടും കുറച്ച് കട്ടിയായിട്ട് വേണമെങ്കിൽ കട്ടിയായിട്ടും നമുക്കിങ്ങനെ കുറുക്കിയെടുക്കാം. ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ പഞ്ചസാര ആഡ് ആക്കുന്നില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റാണിത്. ഇത് നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും കഴിക്കാം. രാവിലെയോ വൈകുന്നേരം എപ്പോൾ വേണോ കഴിക്കാം. പിന്നെ ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ അവർക്കിപ്പോൾ മോർണിംഗൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ ഒത്തിരി വിശപ്പൊന്നും ഫീൽ ചെയ്യൂല. കാരണം വയറെപ്പോഴും നല്ല ഫില്ലായ പോലെ തന്നെ ഫീലാവും. ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മക്കൾക്ക് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കുറച്ച് മുട്ട കൂടെ പെപ്പറും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ആഹാരം നല്ലതാണെങ്കിൽ മാത്രമേ നമ്മളെ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും നന്നായിട്ട് വരുള്ളൂ. അപ്പം ഈ ബയോട്ടിൻ പൗഡറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം.